ഉത്തരാഖണ്ഡിലുണ്ടായ മേഘവിസ്ഫോടനം അല്ലെങ്കിൽ പ്രളയം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ മരിച്ചു, കുറേ പേരെ കാണാതായി. അവിടെ ഒരു മന്ത്രി വിവാദ പ്രസ്താവന നടത്തി. ഗംഗാ നദി കാലിലൂടെ തഴുകിപ്പോയതാണ് എന്ന രീതിയിലൊക്കെ പ്രസ്താവനകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഒരു വലിയ ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. എന്താണ് സംഭവിച്ചത്? അത് പറഞ്ഞപ്പോഴാണ് യു.പിയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ ഗംഗാ നദിയെ അവിടെ പാലും പുഷ്പങ്ങളും അർപ്പിച്ച് പൂജിക്കുന്ന ഒരു സംഗതി ഉണ്ടായത്. കോമൺ സെൻസിന് നിരക്കാത്ത സംഗതികളൊക്കെയാണ്. എന്നിരുന്നാലും വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായിരിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട സംയമനം എല്ലാവരും പാലിക്കണം. ഇമാതിരിയുള്ള പ്രസ്താവനകൾ ദയവായി ഒഴിവാക്കുന്നതായിരിക്കും ബുദ്ധി. ഇനി നടന്നത് എന്താണെന്ന് പറയാം. ഉത്തരാഖണ്ഡിൽ കൃത്യമായി പറഞ്ഞാൽ ഉത്തരകാശിയിൽ നിന്ന് 76 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് ഈ ധാരാലി എന്ന് പറയുന്ന പ്രദേശം. അതായത് അവിടുത്തെ ഒരു നദി, ഷീർ ഗംഗാ നദി, അതിലൂടെയാണ് ഈ പ്രളയജലം ഒഴുകി വന്നത്. ഈ പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 8600 അടി ഉയരത്തിൽ, അതായത് ഒരു മലനിരകൾ ഉള്ള ഒരു പ്രദേശമാണെന്ന് മനസ്സിലാക്കാം. ഇനി ഈ നദി, അതായത് ഈ ഖീർ ഗംഗാ നദിയുടെ ഒരു വശത്ത് ഉള്ള ഗ്രാമമാണ് ഈ ധാരാലി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ആ പ്രദേശത്തുണ്ടായിരുന്ന വീടുകളും ബഹുനില കെട്ടിടങ്ങളും അടക്കം സകലതും ഇടിച്ച് നിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഈ പ്രളയജലം താഴേക്ക് ഒഴുകി മാറിയത്. ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ചളിയും വെള്ളവും മണ്ണും എല്ലാം കലർന്ന് കുഴമ്പ് രൂപത്തിൽ വന്ന ആ പ്രളയജലത്തിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. കുറേയധികം പേർ അതിൽ ഒഴുകിപ്പോയിട്ടുമുണ്ട്. അപ്പോൾ ഏതാണ്ട് 100ഓളം പേരെ കാണാതായിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമികമായി വന്നെങ്കിൽ പിന്നീട് അത് 60ഓളം പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇതുവരെ ഏതാണ്ട് 20ഓളം പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ സംഗതി, ഈ അപകടമുണ്ടായി ആദ്യം അവിടെ രക്ഷാപ്രവർത്തനത്തിലെത്തിയത് ഹർഷിലി എന്ന് പറയുന്ന സൈനിക ക്യാമ്പിലെ സൈനികരാണ്. അതിൽപ്പെട്ട 9 സൈനികരെയും ഈ അപകടത്തിൽ ഇപ്പോൾ കാണാതായിട്ടുണ്ട്. അപ്പോൾ ഈ ധാരാലി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല, അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ അകലെ സുഖി എന്ന് പറയുന്ന സ്ഥലത്തും സമാനമായ രീതിയിൽ ഈ പ്രളയം ഉണ്ടായതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉരുൾപൊട്ടലിനുള്ള ഒരു പ്രതീതി ഉള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായത്. തൊട്ടുടർന്ന് തന്നെ മിന്നൽ പ്രളയവും ഉണ്ടായത്. അപ്പോൾ ഈ പറയുന്ന പ്രദേശം ഇത് ജനനിബിഡമായ പ്രദേശമാണ്. അവിടെ ഒരു അപകട സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ പാടില്ലാത്ത പരിസ്ഥിതി ലോല മേഖലയാണ്. അവിടെ ഈ കാണപ്പെടുന്ന കെട്ടിടങ്ങളേറെയും ടൂറിസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹോട്ടലുകളോ സഞ്ചാരികൾക്ക് താമസിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്ന നിലയിലുള്ള ബഹുനില കെട്ടിടങ്ങളൊക്കെയാണ്. ഇത് മിക്കതും അനുമതിയില്ലാതെ നിർമ്മിച്ച അനധികൃത നിർമ്മാണങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നദിയുടെ ഓരത്താണ്, പരിസ്ഥിതി ലോല മേഖലയാണ്. ഈ നദിയുടെ ഒരു വളഞ്ഞു പോകുന്ന ഒരു പ്രദേശത്താണ് ഈ കെട്ടിടങ്ങളേറെയും. ഒരു പ്രളയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നദി ഒരിക്കലും വളയാൻ കൂട്ടാക്കില്ല, നേരെ ഒഴുകി വരും. ആ സമയത്ത് അതിന് തടസ്സമായി നിൽക്കുന്നത് എന്തോ, അതിപ്പോൾ കെട്ടിടമായാലും ശരി എന്തായാലും ശരി തച്ചുടച്ചു പോകുന്നതാണ് നദിയുടെ രീതി. ആ രീതിയിൽ തന്നെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ SDRF, NDRF, ITBP, കരസേന അടക്കമുള്ള സേനാ വൃത്തങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ടിറങ്ങുന്നു. ഏറെ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് അവർ അഭിമുഖീകരിക്കുന്നത്. കാരണം പ്രതികൂലമായ സാഹചര്യം, അവിടെ മനുഷ്യർക്ക് യന്ത്രങ്ങൾ മാത്രം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷേ അങ്ങോട്ടുള്ള റോഡ് മാർഗ്ഗങ്ങളെല്ലാം തന്നെ ഈ പ്രളയത്തെ സംബന്ധിച്ച് തകർന്നിട്ടുണ്ട്. കൃത്യം പറഞ്ഞാൽ ഗംഗോത്രി എന്ന് പറയുന്നത് ഈ ചാർധാം തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഗംഗോത്രി. അങ്ങോട്ടുള്ള ഏക റോഡ് മാർഗം ഈ അപകടത്തിൽ, ഈ ഒരു പ്രളയത്തിൽ നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഗംഗോത്രിയിലും അവിടെ ദർശനത്തിനായി പോയവർ അവിടെ കുടുങ്ങിയിട്ടുണ്ടാകണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരെ അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റുന്നതടക്കമുള്ള നിർണായകമായ രക്ഷാദൗത്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിൽ അവിടെ മുഖ്യമന്ത്രി പുഷ്കർ ധാമി, അദ്ദേഹം ആന്ധ്രയിൽ ഔദ്യോഗിക സന്ദർശന പരിപാടികളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികളൊക്കെ വെട്ടിച്ചുരുക്കി ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടിയന്തരമായി അവിടെ ഈ വൈദ്യുതി വിതരണമൊക്കെ പൂർണ്ണ തോതിൽ നിലച്ച ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാതെ രക്ഷാപ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതമാണ്. കാരണം രാവെന്നോ പകലെന്നോ ഇല്ലാത്ത രീതിയിൽ അവിടെ തിരച്ചിൽ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കണം. അപ്പോൾ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുകയും മറ്റ് കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യുന്നതിനുമാണ് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് പുഷ്കർ ധാമി പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ഈ മേഘവിസ്ഫോടനം, എന്താണ് ഈ
മിന്നൽ പ്രളയം എന്നൊന്നും മനസ്സിലാക്കണമല്ലോ. അതായത് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു കണക്കനുസരിച്ച് 20 മുതൽ 30 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഒരേ സമയം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ 100 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ അതിനെയാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. ഇത്തരം മലയിടുക്കുകളിൽ, അതായത് നമ്മളിപ്പോൾ അപകടമുണ്ടായ ആ ഒരു പ്രദേശങ്ങളിലടക്കം മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ മഴ സ്വാഭാവികമായി ഉണ്ടാകുന്നത് മഴമേഘങ്ങൾ ഘനീഭവിച്ച് തണുത്തുറഞ്ഞ് മഴയായി പെയ്യുകയാണ് സാധാരണ മഴയുണ്ടാകുന്നതിൻ്റെ രീതി. പക്ഷെ മേഘവിസ്ഫോടനത്തിന് കാരണം ഇത്തരം പർവ്വത മേഖലകളിൽ അല്ലെങ്കിൽ മലയോരങ്ങളിൽ ചൂട് കാറ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഈ ചൂട് കാറ്റ് ഈ മഴമേഘങ്ങൾ, അതായത് പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മഴമേഘങ്ങളെ മുകളിലേക്ക് വീണ്ടും കൊണ്ടുപോകും. ഈ മഴമേഘങ്ങൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നേരത്തെ തന്നെ ഉള്ള മറ്റു മഴമേഘങ്ങളുമായി ഇത് സംയോജിക്കുകയും അവിടുത്തെ മഴത്തുള്ളികൾക്ക് വലിപ്പം വെക്കുകയും ഒന്നുകിൽ അത് ആലിപ്പഴ വർഷമായി വീഴുകയോ അല്ലെങ്കിൽ ഇടിമിന്നലോടുകൂടി, അതായത് 2 നെഗറ്റീവും പോസിറ്റീവും ചാർജുള്ള മേഘങ്ങളാണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ അവിടെ വലിയൊരു ഇടിമിന്നൽ ഉണ്ടാകും. ആ ഇടിമിന്നലോടുകൂടി ഈ വെള്ളം പൊടുന്നനെ ഒരു ബക്കറ്റിൽ നിന്ന് നമ്മളെടുത്ത് കമത്തി താഴേക്ക് ഒഴിക്കുന്ന കണക്കെ വലിയ രീതിയിലുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. വലിയ തുള്ളികൾ, ഒന്നെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ആലിപ്പഴ വർഷമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു മഴയായിട്ടോ പെയ്യും. തുടർന്ന് വലിയ രീതിയിലുള്ള ജലപ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് മിന്നൽ പ്രളയത്തിലേക്ക് നയിക്കുന്നത്. ഈ ഒരു സംഭവം നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുക ഏറെക്കുറെ അസാധ്യമാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. കാരണം ഇത്തരം പ്രതിഭാസങ്ങൾ ലോകത്തെ എല്ലായിടം, പ്രത്യേകിച്ച് ഇത്തരം പർവ്വത മേഖലകളിലൊക്കെ ഇത്തരം പ്രതിഭാസങ്ങൾ സർവ്വസാധാരണയായി നടക്കുന്നതാണ്. അത്തരം പ്രതിഭാസങ്ങൾ ഏറിയ പങ്കും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം മേഘവിസ്ഫോടനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് പോലും. ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ഡാറ്റ, എത്ര മേഘവിസ്ഫോടനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ പോലും നമുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തുകയും തുടർച്ചയായി മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ അത്തരം പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് പരമാവധി ഒഴിവാക്കുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതയായി കണക്കാക്കേണ്ടത്. ഒരു കാരണവശാലും നമുക്ക് അത്യന്താധുനിക കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. പെട്ടെന്നാണ് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്രവചിക്കുക ഏറെക്കുറെ അസാധ്യമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലടക്കം നിരവധി ഇതേ സമാനമായ അപകടങ്ങളുണ്ട്. അത് ഏറിയ പങ്കും ഉരുൾപൊട്ടലുകളാണ്. അതായത് തുടർച്ചയായി ഈ മലയോര പ്രദേശങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിവാരങ്ങളിൽ താമസിക്കുന്നവർ തീർച്ചയായും ജാഗ്രത പാലിക്കണം. കാര്യം കുന്നും മലകളുമെല്ലാം തന്നെ വലിയ രീതിയിൽ ജലം ആഗീരണം ചെയ്ത് സൂക്ഷിക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ അത് ഒന്നുകിൽ മണ്ണിടിച്ചിലിനോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനോ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനമെന്ന് പറയുന്നു. ഇപ്പോൾ നേരെ ഉത്തരാഖണ്ഡിലെയും സാഹചര്യം അതേപോലെ തന്നെയാണ്. അവിടെ ഇതേപോലെ ഒരു പർവ്വത മേഖല, അവിടെ പെട്ടെന്ന് ഇതിനു മുമ്പും ഇതേ മേഖലകളിൽ ഇതേപോലെയുള്ള മേഘവിസ്ഫോടനമോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അടക്കമുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള പ്രദേശവാസികൾ പുലർത്തുന്ന ജാഗ്രത, അതിനോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നവർ അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുക, അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുക, അതിനോട് അനുയോജ്യമായി പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഏതായാലും ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിലവിൽ 20ഓളം പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ മരണസംഖ്യ ഉയരും എന്നുള്ള കാര്യം നിസ്സംശയമാണ്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു ദുരന്തത്തിലേക്ക് നമ്മളിപ്പോൾ അഹമ്മദാബാദ് വിമാനാപകടമാണ് സമീപ സമയത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ അപകടം. അപ്പോൾ സമാനമായ ഒരു ദുരന്തത്തിൻ്റെ വക്കിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ പരമാവധി ഇത്തരം അപകട സ്ഥലങ്ങളിലേക്ക് എത്തുന്നവർ പരമാവധി ജാഗ്രത പാലിക്കുകയും അത്തരം അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഈ അപകടവും നമുക്ക് നൽകുന്ന സന്ദേശം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.